നമസ്കാരം. പാലാഴിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. മനസ്സിന്റെ വേഗത്തിന് തുല്യമായ വേഗമുള്ളവനും വായുവിനെ പോലെ അതിവേഗമുള്ളവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനും വായുദേവന്റെ പുത്രനും വാനരസേനയുടെ നേതാവും ശ്രീരാമന്റെ ദൂതനുമായ ശ്രീ ഹനുമാനെ ഞാൻ ശിരസ് കുനിച്ച് വണങ്ങുന്നു. കർക്കിടക മാസത്തിലെ നമ്മുടെ രാമായണ യാത്രയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നലെ നാം അശോകവനത്തിൽ ഹനുമാനും സീതാദേവിയും തമ്മിൽ നടന്ന ആ ഹൃദയസ്പർശിയായ ദിവ്യ സംഗമത്തെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് രാമായണത്തിലെ ഏറ്റവും ശക്തമായ ഒരു സംഭവത്തിലേക്കാണ് നാം കടക്കുന്നത്, ലങ്കാദഹനം. പലരും ഇതിനെ വെറും തീപിടുത്തത്തിന്റെ കഥയായാണ് കാണുന്നത്. പക്ഷേ രാമായണം പറയുന്നത് അതിലും ആഴമുള്ളൊരു സത്യമാണ്. അധർമ്മം അതിരു കടക്കുമ്പോൾ ധർമ്മം ഒരു മുന്നറിയിപ്പ് നൽകും. സീതാദേവിയെ കണ്ടതിന് ശേഷം ഹനുമാൻ നേരെ തിരികെ പോയില്ല. ലങ്കയുടെ ശക്തി മനസ്സിലാക്കാനും രാവണന് ഒരു സന്ദേശം നൽകാനും അദ്ദേഹം തീരുമാനിച്ചു. അശോകവനത്തിലെ മരങ്ങൾ തകർത്തു. രാവണന്റെ സൈന്യമെത്തി. ഒരാൾക്ക് പിന്നാലെ ഒരാളായി പല വീരന്മാരും ഹനുമാനെ ആക്രമിച്ചു. എന്നാൽ ശ്രീരാമന്റെ ദൂതനെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല. ഒടുവിൽ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രത്തിന്റെ മഹത്വം അറിയാമായിരുന്ന ഹനുമാൻ അതിനെ ആദരിച്ചു. സ്വന്തം ശക്തി കൊണ്ട് അതിൽ നിന്ന് മോചിതനാകാൻ കഴിയുമായിരുന്നിട്ടും അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. കാരണം യഥാർത്ഥ ശക്തി നിയമങ്ങളെ ബഹുമാനിക്കുന്നു. ഹനുമാനെ രാവണന്റെ സദസ്സിലേക്ക് കൊണ്ടുവന്നു. രാവണൻ കോപത്തോടെ ചോദിച്ചു, നീ ആരാണ്? ഹനുമാൻ ശാന്തമായി മറുപടി പറഞ്ഞു, ഞാൻ അയോധ്യയുടെ രാജകുമാരനായ ശ്രീരാമന്റെ ദൂതനാണ്. അത് ഒരു പരിചയപ്പെടുത്തൽ മാത്രമായിരുന്നില്ല, ഒരു പ്രഖ്യാപനമായിരുന്നു. സത്യം ഒരിക്കലും തലകുനിക്കില്ലെന്ന പ്രഖ്യാപനം. ഹനുമാൻ രാവണനോട് അവസാനമായി ഉപദേശിച്ചു, സീതാദേവിയെ ശ്രീരാമന് തിരികെ നൽകൂ. ധർമ്മത്തിന്റെ വഴി സ്വീകരിക്കൂ, അല്ലെങ്കിൽ നാശം ഉറപ്പാണ്. പക്ഷേ അഹങ്കാരം ചെവികൾ അടച്ചാൽ നല്ല ഉപദേശം പോലും കേൾക്കാനാവില്ല. രാവണൻ ഹനുമാനെ അപമാനിക്കാൻ ഉത്തരവിട്ടു. അദ്ദേഹത്തിന്റെ വാലിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് തീ കൊളുത്താൻ കൽപ്പിച്ചു. ഹനുമാൻ പുഞ്ചിരിച്ചു. അപമാനം എന്ന് കരുതിയ അതേ തീ അധർമ്മത്തിന്റെ നഗരത്തിന് മുന്നറിയിപ്പായി മാറി. അദ്ദേഹം ഓരോ മാളികയുടെയും മുകളിൽ ചാടി. അല്പസമയത്തിനകം ലങ്ക തീജ്വാലകളിൽ മുങ്ങി. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹനുമാൻ ആദ്യം ഉറപ്പുവരുത്തിയത് അശോകവനത്തിലെ സീതാദേവിക്ക് യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല എന്നതാണ്. അതിനുശേഷമാണ് അദ്ദേഹം ലങ്ക വിട്ടത്. ഇതാണ് യഥാർത്ഥ ധർമ്മം. നീതി നടപ്പാക്കുമ്പോഴും നിരപരാധികൾക്ക് ദോഷം വരരുത് എന്ന കരുതൽ. ഈ സന്ദർഭത്തിൽ ഒരു പുരാണ കഥ കൂടി ഓർക്കാം. ഭാഗവത പുരാണങ്ങളിൽ ശ്രീകൃഷ്ണൻ കാളിയൻ എന്ന വിഷസർപ്പത്തെ ശിക്ഷിച്ച കഥയുണ്ട്. കാളിയന്റെ വിഷം യമുനാ നദിയെ മലിനമാക്കി. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അപ്പോൾ ബാലകൃഷ്ണൻ കാളിയന്റെ മേൽ നൃത്തം ചെയ്തു. അവനെ നശിപ്പിക്കാനല്ല, അവന്റെ അഹങ്കാരം തകർക്കാനാണ്. കാളിയൻ തെറ്റു മനസ്സിലാക്കി ശരണം പ്രാപിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ അവനെ ശ്രമിച്ചു. ഈ കഥയും ലങ്കാദഹനവും ഒരേ സന്ദേശമാണ് നൽകുന്നത്. ധർമ്മം പ്രതികാരം ചെയ്യാനല്ല വരുന്നത്, തിരുത്താനുള്ള അവസരം നൽകാനാണ് ആദ്യം ശ്രമിക്കുന്നത്. പക്ഷേ അധർമ്മം മാറാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിന്റെ ബലം അതുതന്നെ അനുഭവിക്കേണ്ടി വരും. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ലങ്കകളുണ്ട്. അഹങ്കാരം, അഴിമതി, അസത്യം, സ്വാർത്ഥത. ഇവ നമ്മുടെ മനസ്സിൽ തീർക്കുന്ന കോട്ടകളാണ്. അവയെ കത്തിക്കേണ്ടത് തീയല്ല, സത്യവും ധർമ്മവും വിവേകവുമാണ്. ഇന്നൊരു നിമിഷം ചിന്തിക്കൂ, എന്റെ ഉള്ളിൽ കത്തിച്ചു കളയേണ്ട ഒരു ലങ്ക ഉണ്ടോ? അഹങ്കാരമോ, കോപമോ, അസൂയയോ, പ്രതികാര ബുദ്ധിയോ? അത് നശിപ്പിച്ചാൽ മാത്രമേ മനസ്സിൽ ശ്രീരാമന് വാസമുറപ്പിക്കാൻ കഴിയൂ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രതിജ്ഞ എടുക്കാം. ഇന്നു മുതൽ അസത്യത്തെ പിന്തുണയ്ക്കില്ല, അധർമ്മത്തെ ഭയപ്പെടില്ല. എന്റെ ജീവിതത്തിൽ സത്യത്തിനും ധർമ്മത്തിനും പ്രാധാന്യം നൽകും. കാരണം അധർമ്മം എത്ര ശക്തമായാലും അതിന്റെ അവസാനം നാശമാണ്. ധർമ്മം എത്ര പരീക്ഷിക്കപ്പെട്ടാലും അതിന്റെ അവസാനം വിജയമാണ്.
നാളത്തെ വീഡിയോയിൽ നാം രാമായണത്തിലെ മഹാനായ ഒരു കഥാപാത്രത്തിലേക്ക് കടക്കുകയാണ്, വിഭീഷണൻ. സ്വന്തം സഹോദരനെ എതിർത്തത് രാജ്യദ്രോഹമായിരുന്നു, അതോ ധർമ്മത്തോടുള്ള വിശ്വസ്തതയായിരുന്നു? വിഭീഷണൻ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ജീവിത പാഠം എന്താണ്? അതാണ് നാളത്തെ വിഷയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ രാമായണ യാത്ര നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കും. ശ്രീ ഹനുമാന്റെ ധൈര്യവും ശ്രീരാമന്റെ ധർമ്മബോധവും സീതാദേവിയുടെ പവിത്രതയും നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. ജയ് ശ്രീരാം. ശ്രീ ഹനുമതേ നമഃ. നന്ദി, നമസ്കാരം.